എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാറ്റങ്ങളുണ്ടാകും. യേശു കർത്താവ് തൻ്റെ ശിഷ്യരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞു, തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവൻ, പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുവൻ. പരിശുദ്ധാത്മാവിലാണ് യേശുവിനെ നാം ഓരോരുത്തരും കർത്താവ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിലാണ് നാം ഓരോരുത്തരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത്. എന്നാൽ ഇവിടെ ഇതാ യേശുവിൽ വിശ്വസിച്ച, യേശുവിനെ കർത്താവായി സ്വീകരിച്ച ശിഷ്യരോട് പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആത്മാവിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ യേശു പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അത് ആത്മാവിൻ്റെ സ്നാനത്തെ കാണിക്കുകയാണ്. ഒരു വ്യക്തി വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നത് വെള്ളത്തിൽ മുങ്ങി, ശരീരം മുഴുവനും മുങ്ങി പൊങ്ങുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയാണെങ്കിൽ, ഇവിടെ ഇതാ പരിശുദ്ധാത്മ സ്നാനവും അതുപോലെയാണ്. ആത്മാവിൽ നിറയുന്ന ഒരനുഭവം, ശക്തി ധരിക്കുന്ന ഒരനുഭവം. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചാൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ സാക്ഷിയാകാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ശക്തി വന്നു കഴിയുമ്പോൾ നാം സാക്ഷികളാകും. ശക്തി നമ്മെ പ്രാപ്തരാക്കും. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ യഹൂദന്മാരെ ഭയപ്പെട്ട് മുറിക്കകത്ത് ഒളിച്ചിരുന്നവർ, പുറത്തിറങ്ങുവാൻ വേണ്ടത്ര ബലമില്ലാതിരുന്നവർ, ശക്തി ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ സാക്ഷികളാവുകയാണ്, ധൈര്യപ്പെടുകയാണ്. അസാധാരണമായ ധൈര്യമാണ് അവരുടെ മേൽ വന്നത്. പിന്നെയും നമുക്ക് കാണാം, അവർ ഏക മനസ്സുള്ളവരായി മാറി. ശക്തി വന്നു കഴിയുമ്പോൾ അവർ ഏക മനസ്സുള്ളവരായി. പിന്നെയും നമുക്ക് കാണാം, ദൈവം അവർക്ക് കൊടുത്ത അധികാരത്തെ, കൃപാവരങ്ങളെ ശക്തമായി അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത് ആത്മശക്തി അവരുടെ മേൽ വന്നപ്പോഴാണ്. അവർ അധികാരത്തോടെ കൽപ്പിക്കുകയാണ്, ദൈവനാമം മഹത്വപ്പെടുകയാണ്, വിടുതലുകൾ നടക്കുകയാണ്, സഭ പണിയപ്പെടുകയാണ്. എത്ര പേർ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കും? വിശ്വസിക്കുക, കാത്തിരിക്കുക. ആത്മാവിൽ നിറയുന്ന ഒരനുഭവം നമുക്കാവശ്യമാണ്. ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ കാത്തിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.